വ്യുൽപ്പന്ന അളവുകളും. അടിസ്ഥാനമായിട്ടുള്ള അളവുകൾ, അടിസ്ഥാന അളവുകൾ. വ്യുൽപ്പന്നം അതായത് 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡില് ഇത്രയും, അതായത് നേരത്തെ ഡെസിമീറ്റർ പഠിച്ചില്ലായിരുന്നോ? 10⁻⁻1. അതേപോലെ ഇവിടെ എന്താ 10⁻1, അതായത് ഇൻറ്റു. നമ്മൾ അളവുകളും യൂണിറ്റുകളും എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട, അതായത് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് തീർത്തെടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ എന്താണ്, പഠിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറേ അളവുകൾ, യൂണിറ്റുകൾ ഇങ്ങനെ വരുന്നു, അത് തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കാൻ ഭയങ്കര ഒരു രസമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ബോറിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക, കാരണം എളുപ്പത്തിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തീർത്തെടുക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അറിയാം 2 തരം അളവുകൾ, അതായത് അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും. അടിസ്ഥാനമായിട്ടുള്ള അളവുകൾ, അടിസ്ഥാന അളവുകൾ. വ്യുൽപ്പന്നം അതായത് മറ്റതിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെടുന്ന, ഇതിൽ നിന്ന്, അതായത് അടിസ്ഥാന അളവുകളിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെടുന്നതാണെന്ത്, വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാന അളവുകൾ, അവയുടെ യൂണിറ്റുകൾ, അടിസ്ഥാന യൂണിറ്റുകൾ. അതേപോലെ വ്യുൽപ്പന്ന അളവുകൾ, അവയുടെ യൂണിറ്റുകൾ എന്താണ്, വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയും. അപ്പോൾ അടിസ്ഥാന അളവുകൾ എന്താണെന്നുള്ളതാണ് ഇവിടെ ഒരു നിർവചനം പറയുന്നത്. അതായത് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും, പിന്നെയോ മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ കേവല അളവുകളെയാണ് എന്ത് പറയുക, അടിസ്ഥാന അളവുകൾ എന്ന് പറയുക. ഓക്കെ, പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും അതേപോലെ തന്നെ മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കേവലമായിട്ടുള്ള അളവുകൾ. ഓക്കെ, അതാണെന്ത്, അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അവയുടെ യൂണിറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു, അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നു. അതേപോലെ എന്താണ്, വ്യുൽപ്പന്ന അളവുകൾ, അതേപോലെ തന്നെ അതിന്റെ യൂണിറ്റുകൾ എന്ത് വിളിക്കുന്നു, വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയും. എന്താണ്, അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചുണ്ടാക്കിയെടുക്കുന്നതാണ്, അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമായിട്ടുള്ള യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വ്യുൽപ്പന്ന അളവുകൾ, അവയുടെ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അടിസ്ഥാന അളവും വ്യുൽപ്പന്ന യൂണിറ്റും തമ്മിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത്, നമുക്കറിയാം SI പദ്ധതി പ്രകാരം 7 അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളുണ്ട്. 7 എണ്ണമാണ് അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും. പിന്നെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതായത് വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ വ്യുൽപ്പന്ന യൂണിറ്റുകൾ. ഓക്കെ, അത് കുറേ എണ്ണം പഠിക്കാറുണ്ട്. അത് പേരുള്ളതുണ്ട്, പേരില്ലാത്തതും. അതായത് കുറേ എണ്ണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിറൈവ് ചെയ്യപ്പെട്ടിട്ടുള്ള യൂണിറ്റുകൾക്ക് ചിലതിന് ചില ആളുകളുടെ പേരുകളൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ പേര് കൊടുത്തിട്ടുള്ള സാധനങ്ങളുണ്ട്, അതല്ലാതെ പേരില്ലാത്ത മീറ്റർ/സെക്കൻഡ്, അതിന് പ്രത്യേകിച്ച് വേറൊരു പേരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റുകളും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സമ്പ്രദായത്തിലേക്ക് പോകാം. അതായത് എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ. അതായത് ഇന്ന് SI പദ്ധതി എന്ന് പറയുന്ന ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതാണ് SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈ SI പദ്ധതി എന്നുള്ളതിന്റെ തുടക്കം എവിടെ നിന്നാണ്, MKS യൂണിറ്റ് നിന്നാണ്. എന്താണ്, MKS സമ്പ്രദായത്തിൽ നിന്നാണ്. ഇതാ MKS കണ്ടോ, M എന്താ മീറ്റർ, K എന്താ കിലോഗ്രാം, S എന്താ സെക്കൻഡ്. ഓക്കെ, അതായത് നീളം, ദെൻ മാസ് അഥവാ പിണ്ഡം, ദെൻ സമയം അഥവാ ടൈം. നീളത്തിന്റെ യൂണിറ്റ് മീറ്ററും, മാസ് അഥവാ പിണ്ഡത്തിന്റെ യൂണിറ്റ് കിലോഗ്രാമും, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡും. അത് മൂന്നും കൂടി ചേർത്ത് കൊണ്ടുള്ളതാണ് MKS സിസ്റ്റം എന്ന് പറയുന്നത്. ഈ MKS സിസ്റ്റത്തിന്റെ തുടർച്ചയാണ് പുതിയ SI സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് MKS സിസ്റ്റം. മറ്റ് 2 സമ്പ്രദായങ്ങളാണ്, ഒന്ന് CGS സിസ്റ്റം, മറ്റൊന്ന് FPS സിസ്റ്റം. എന്താണ്, CGS സിസ്റ്റവും FPS സിസ്റ്റവും. CGS MKSൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് അതല്ലേ. അതിന് പകരം CGS സമ്പ്രദായത്തിൽ എന്താണ്, മീറ്ററിന് പകരം സെന്റിമീറ്റർ, പിന്നെ കിലോഗ്രാമിന് പകരം ഗ്രാം, സെക്കൻഡ് തന്നെ. അതാണ് CGS സമ്പ്രദായം എന്ന് പറയുന്നത്. CGS സിസ്റ്റം, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, ആ അടിസ്ഥാനത്തിലാണ് CGS യൂണിറ്റുകൾ, CGS സമ്പ്രദായം എന്ന് പറയുന്നത്. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ CGS യൂണിറ്റുകൾ നമ്മൾ അറിയാനുണ്ട്. SI യൂണിറ്റും CGS യൂണിറ്റും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. കുറച്ചെണ്ണേ നമ്മൾ പഠിക്കാനുള്ളൂ. ഊർജ്ജത്തിന്റെ എർഗ്, ബലത്തിന്റെ ഡൈന്, അങ്ങനെയുള്ള കുറച്ചെണ്ണം നമ്മൾ പഠിക്കാനുണ്ട്. പിന്നെ FPS സമ്പ്രദായം, മൂന്നാമത്തതാണെന്ത്, FPS സിസ്റ്റം ബ്രിട്ടനിലാണ്, മറ്റതൊക്കെ ഫ്രാൻസിലാണ്, മറ്റതിൻ്റെയൊക്കെ തുടക്കം ഫ്രാൻസിലാണ്. ദെൻ FPS സമ്പ്രദായം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിലനിന്നിരുന്ന സമ്പ്രദായമാണ് FPS. അതായത് ഇവിടെ മീറ്ററിന് പകരം എന്തെടുക്കുന്നു, നീളത്തിന്റെ അളവായിട്ട് മീറ്ററിന് പകരം ഫൂട്ട് അല്ലേ. ദെൻ കിലോഗ്രാമിന് പകരം, അതേപോലെ ഇവിടെ CGSൽ ഗ്രാം എടുത്തില്ലേ, അതിന് പകരം മാസിന്റെ യൂണിറ്റ് ആയിട്ട് എന്തെടുക്കുന്നു,
പൗണ്ട്. എന്താണ്? പൗണ്ട്. സമയത്തിന് എന്ത് തന്നെ? സെക്കൻഡ്. ഇത് മൂന്നും കൂടെ ചേർത്തുള്ള സംവിധാനമാണ് FPS സമ്പ്രദായം എന്ന് പറയുന്നത്. ബ്രിട്ടനിൽ നിലനിന്നിരുന്ന സമ്പ്രദായമാണ്. അപ്പൊ ഈ 3 രീതിയിലാണ് ഈ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള സമ്പ്രദായങ്ങൾ ഉള്ളത്. MKS സംവിധാനം, CGS സംവിധാനം, ദെൻ FPS സംവിധാനം. അതിൽ MKS സംവിധാനത്തിന്റെ തുടർച്ചയാണ്. അതാണ് പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്ത് പറയുന്നത് നമ്മൾ SI സിസ്റ്റം അല്ലെങ്കിൽ SI സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്നും നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. CGS, MKS, FPS. അതിൽ നീളം, മാസ് അഥവാ പിണ്ഡം, മാസ്. ഓക്കെ, MASS മാസ്, പിണ്ഡം. പിന്നെ സമയം, ടൈം. ഇതിന്റെ ഓരോന്നിന്റെ യൂണിറ്റുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല. ഇപ്പോ CGS നീളത്തിന്റെ എന്താണ്? സെന്റിമീറ്റർ. മാസിന്റെ എന്താണ്? ഗ്രാം. സമയത്തിന്റെ സെക്കൻഡ്. അതാണ് CGS. MKS നമ്മൾ പറഞ്ഞു നീളത്തിൻ്റെത് മീറ്റർ, ദെൻ മാസിൻ്റെത് കിലോഗ്രാം, സമയത്തിൻ്റെത് സെക്കൻഡ്. അതേപോലെ FPS സംവിധാനത്തിൽ എന്താണ്? FPS ഫൂട്ട്, അതായത് നീളത്തിന്റെ ലെങ്ത്തിൻ്റെത് ഫൂട്ട്. പിന്നെ മാസ് അഥവാ പിണ്ഡത്തിന്റെ എന്താണ്? പൗണ്ട്. ദെൻ സമയത്തിന്റെ എന്ത് തന്നെ? സെക്കൻഡ്. ഈ 3 സംവിധാനത്തിലായാലും 3 സമ്പ്രദായത്തിലായാലും സമയത്തിന്റെ എന്ത് തന്നെയാണ്? സെക്കൻഡ് ആണ്. ബാക്കിയുള്ളതിലെ മാറ്റമുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഫൂട്ട് നീളത്തിന്റെ യൂണിറ്റ് ആണ്. ഇങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കട്ടോ. പൗണ്ട് പിണ്ഡത്തിന്റെ യൂണിറ്റ് ആണ്. ബ്രിട്ടീഷ് സമ്പ്രദായ പ്രകാരമുള്ള യൂണിറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ, അടിസ്ഥാന യൂണിറ്റ് അല്ല. ഓക്കെ, യെസ്. അപ്പൊ ആ രീതിയിൽ ഈ യൂണിറ്റുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ 3 സമ്പ്രദായവും അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പ്രധാന സമ്പ്രദായമായിട്ടുള്ള SI സിസ്റ്റത്തിലേക്ക് പോകും. ഓക്കെ, നമ്മൾ പറഞ്ഞു MKS യൂണിറ്റ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച സമ്പ്രദായമാണെന്ത്? SI യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അഥവാ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. SI യൂണിറ്റ് സമ്പ്രദായം. ഓക്കെ, യെസ്. ഇത് ശാസ്ത്രലോകത്തെ അളവുകൾ SI യൂണിറ്റ് സമ്പ്രദായം ഉപയോഗിച്ചുകൊണ്ട് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം എത്രയാണ്? 1960 ആണ്. അത് ഓർമ്മിച്ച് വെക്കുക. വലിയ പ്രാധാന്യമൊന്നുമില്ല, എന്നാലും ആ വർഷം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എത്ര മുതലാണ്? 1960 മുതലാണ്. 1960 മുതലാണ് SI യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. SI സമ്പ്രദായ പ്രകാരം, SI സിസ്റ്റം എന്നുള്ള ആ ഒരു സമ്പ്രദായ പ്രകാരം നിങ്ങൾക്കറിയാം അടിസ്ഥാന അളവുകളുടെ എണ്ണം, അവയുടെ യൂണിറ്റുകൾ 7 യൂണിറ്റുകൾ അല്ലെ. അപ്പൊ അടിസ്ഥാന അളവുകൾ എത്ര അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ എത്ര, SI സമ്പ്രദായത്തിൽ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 7 എണ്ണമാണ് അളവുകൾ, അവയുടെ യൂണിറ്റുകളും. ഓക്കെ അല്ലേ? യെസ്. ഇനി ഏതൊക്കെയാണ് ആ അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളും എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബേസിക് ആണ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തുടക്കമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ 7 എണ്ണം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എല്ലാവർക്കും അറിയാം, കുറെയൊക്കെ എല്ലാവർക്കും അറിയാൻ തന്നെയായിരിക്കും. നീളം അഥവാ ലെങ്ത് എന്താണ്? യൂണിറ്റ് മീറ്റർ ആണ്. നമ്മൾ M എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുക. ദെൻ മാസ് അഥവാ പിണ്ഡം. മാസ് അഥവാ പിണ്ഡത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. kg എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. ദെൻ ടൈം, സമയത്തിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. S എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുക. അത് 3 ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. MKS സംവിധാനം, അതാണല്ലോ SI സിസ്റ്റം ആയത്. അതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള 3 എണ്ണം. അതാണ്. ബാക്കി 4 എണ്ണം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാ? നാലാമത്തേതാണ് വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ ഇലക്ട്രിക് കറന്റ്. വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ ഇലക്ട്രിക് കറന്റ് എന്ന് പറയും. കറന്റിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. എന്താണ്? ആംബിയർ. ആന്ദ്രേ മേരി ആംബിയർ, അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. ആംബിയർ. A എന്ന ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ സൂചിപ്പിക്കും. ദെൻ താപനില അഥവാ ടെമ്പറേച്ചർ, ഊഷ്മാവ് എന്നൊക്കെ പറഞ്ഞില്ല നമ്മള്. താപനില അഥവാ ടെമ്പറേച്ചർ അഥവാ ഊഷ്മാവ്. താപല്ലേ, താപത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. അത് അടിസ്ഥാന യൂണിറ്റിൽ വരില്ല, അത് വേറെയാണ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്, നമ്മൾ പഠിക്കും. ദെൻ താപനില അഥവാ ഊഷ്മാവ്, ടെമ്പറേച്ചർ എന്താണ് യൂണിറ്റ്? കെൽവിൻ ആണ്. ഇതാണ് ഈ അടിസ്ഥാന യൂണിറ്റുകൾ 7 എണ്ണത്തിൽ പലരും തെറ്റിക്കാറ്. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ ആദ്യം മനസ്സിലേക്ക് വരെ നമ്മൾ പണ്ടേ കേട്ട് പരിചയിച്ചിട്ടുള്ള ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. തെറ്റാണ്. അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കെൽവിൻ. അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കെൽവിൻ. സെൽഷ്യസ്, ഫാരൻഹീറ്റ്, റാൻകിൻ, അങ്ങനെയുള്ള പല യൂണിറ്റുകൾ വേറെ ഉണ്ട്. പക്ഷെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണെന്ന് ഓർമ്മിച്ചു വെക്കുക. ദെൻ അടുത്ത 2 എണ്ണം കൂടിയില്ലേ? പദാർത്ഥത്തിന്റെ അളവ്, ദ്രവ്യത്തിന്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എമൗണ്ട് ഓഫ് മാറ്റർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ദ്രവ്യത്തിന്റെ അളവ് അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ അളവ് യൂണിറ്റ് എന്താണ്? മോൾ ആണ്. MOL എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. ദ്രവ്യത്തിന്റെ അളവ് മോൾ. ദെൻ 7th one, ലാസ്റ്റ് വൺ, 7ാമത്തെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? പ്രകാശ തീവ്രത അഥവാ ലൂമിനസ് ഇന്റൻസിറ്റി.
കാൻഡിലയാണ്. എന്താണ്? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില, CD എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പൊ ഈ 7 എണ്ണം ബേസിക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും ഡെപ്ത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും ഡെപ്തിൽ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയമെൻഷൻ ആണ്, അല്ലേ? ആ ഒരു ഡയമെൻഷൻ കാര്യത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഓരോന്നിന്റെ ചിഹ്നവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. അപ്പം 7 എണ്ണമാണ് അടിസ്ഥാന യൂണിറ്റുകൾ. നീളം, അല്ലെ, മീറ്റർ. മാസ്, പിണ്ഡം അഥവാ കിലോഗ്രാം. സമയം, ടൈം. സമയത്തിന് അടിസ്ഥാന യൂണിറ്റ് ആണ് ടൈം ആണ്. ഓക്കെ, ദെൻ താപനില കെൽവിൻ ആണ്. വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ ആണ്. ദ്രവ്യത്തിന്റെ അളവ് മോൾ ആണ്. ദ്രവ്യത്തിന്റെ അളവ് മോൾ ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി അഥവാ പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കാൻഡിലയാണെന്നും ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഈ അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളുമായല്ലോ. അതിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള 3 എണ്ണം ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു? നീളം, മീറ്റർ, അല്ലെ, മാസ് അഥവാ പിണ്ഡം, കിലോഗ്രാം, സമയം അഥവാ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ്. അത് 3 ആണല്ലോ. അത് 3 ബേസ് ചെയ്താണ് പ്രധാനമായിട്ട് നമുക്ക് ഡയമെൻഷൻ സമവാക്യം ഒക്കെ എഴുതേണ്ടത്. മറ്റുള്ള കാര്യങ്ങൾ വലിയ പ്രാധാന്യം വരില്ല, അതൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ഓക്കെ, അപ്പം ഇത് 3 അറിയാം. അപ്പൊ ആദ്യം നമ്മൾ ഈ നീളത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകും, എന്നിട്ട് നമ്മൾ മറ്റുള്ള ഏരിയയിലേക്ക് വരും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ്സുകൾ, വ്യുൽപ്പന്ന യൂണിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ബാക്കിയൊന്നും പഠിക്കാനാവുന്നില്ലെങ്കിലും ആ വ്യുൽപ്പന്ന അളവുകളും യൂണിറ്റുകളും നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. അതിലേക്ക് നമ്മൾ പോകും. അതിനു മുമ്പ് ആദ്യം നമുക്ക് നീളത്തെ കുറിച്ചുള്ള കാര്യങ്ങളും നോക്കാം. അറിയാം, നീളം സൂചിപ്പിക്കാൻ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പല അളവുകളാണ്, അല്ലേ? നമ്മൾ പറയാറില്ലേ, ഒരു മുഴം മുല്ലപ്പൂ എന്നൊക്കെ പറയാറില്ലേ, അല്ലെങ്കിൽ ഒരു മുഴം കയറിൽ തൂങ്ങിച്ചാകുക എന്നൊക്കെ പറയുന്നില്ലേ? അത് അവസാനം ജോലി കിട്ടില്ല, അതൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ വാര, അല്ലെ, യാർഡ് അഥവാ വാര, ഇതൊക്കെ ആദ്യകാലങ്ങളിൽ നീളം അളക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകളാണ്. നീളത്തിന്റെ SI യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? യെസ്, മീറ്റർ ആണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. പിന്നെ അതിന്റെ ചെറുത് സെന്റിമീറ്റർ, മില്ലിമീറ്റർ ഉണ്ട്, അല്ലെ, വലുത്, അല്ലെ, കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പം 1 മീറ്റർ എല്ലാവർക്കും അറിയുന്ന അളവുകളാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അതേസമയം 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. ഇത് രണ്ടും അറിയാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ലല്ലോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ ആണ്, അല്ലെ? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. സ്കെയിലിന്റെ കാര്യം ഓർമ്മയില്ലേ? പഴയ സ്കൂൾ ക്ലാസ്സിലൊക്കെ 5 സെന്റിമീറ്ററിന് സ്കെയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ? അപ്പം 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മില്ലിമീറ്റർ ആണ്. അതേപോലെ 100 സെന്റിമീറ്റർ കൂടിയാൽ എന്തായി? 1 മീറ്റർ ആയി. ഓക്കെ, യെസ്. ഇനി അതേപോലെ 1000 മീറ്റർ ചേർന്നാൽ എന്തായി? 1 കിലോമീറ്റർ ആയി. 1000 മീറ്റർ ആണെന്ത്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി എന്താണ് 1 മീറ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ, ഫ്രാൻസിലാണേ. ഈ ഒരു പോയിന്റ് ഇവിടെ ഓർമ്മിച്ച് വെക്കാം. അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഫ്രാൻസിലാണ്. ഓക്കെ, അവിടെ ഒരു മാതൃകാ ദണ്ഡ് വെച്ചിട്ട് 1 മീറ്ററിന്റെ സൂചിപ്പിക്കുന്ന ആ മാതൃകാ ദണ്ഡ് ഉണ്ട്. ആ ഒരു ദണ്ഡില് 2 അടയാളങ്ങൾക്കിടയിലുള്ള ആ ഒരു നീളം, അതിനെയാണ് നമ്മൾ 1 മീറ്റർ ആയിട്ട് കണക്കാക്കുന്നത്. അവിടെ ചോദ്യം ഇതാണ്, ഈ ദണ്ഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാൽ? പ്ലാറ്റിനവും ഇറിഡിയവും ചേർത്തിട്ടാണ് കേട്ടോ. പ്ലാറ്റിനത്തില് 10% ഇറിഡിയം ചേർത്ത് നിർമ്മിച്ചിട്ട് 0 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാറ്റിനവും ഇറിഡിയവും ഫ്രാൻസിലെ അളവ് തൂക്ക ബ്യൂറോയിൽ, അല്ലെ, 1 മീറ്റർ അളക്കാനുള്ള മാതൃകാ ദണ്ഡായി ഉപയോഗിക്കുന്നത് പ്ലാറ്റിനവും ഇറിഡിയവും ചേർത്തുണ്ടാക്കിയ, ഈ 2 ലോഹങ്ങൾ ചേർത്തുണ്ടാക്കിയ ദണ്ഡാണെന്നുള്ള ഓർമ്മിക്കുക. പ്ലാറ്റിനം പ്ലസ് ഇറിഡിയം, പ്ലാറ്റിനം പ്ലസ് 10% ഇറിഡിയം ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. 0 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓക്കെ, യെസ്. ആ ഒരു പോയിന്റ് ഓർമ്മിച്ചിരിക്കുക. അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എവിടെയാണ്? ഫ്രാൻസിലാണെന്നും അറിഞ്ഞിരിക്കുക. ഇനി ഈ 1 മീറ്റർ എന്നുള്ളതിന് നമ്മൾ പ്രകാശത്തിന്റെ, അല്ലെ, 1 സെക്കൻഡില് ശൂന്യതയിൽ കൂടെ, നിങ്ങൾക്കറിയാം പ്രകാശ വേഗത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? ശൂന്യതയാണ്. ആ ശൂന്യതയിൽ പ്രകാശം ഇത്രയും 1/ഇത്രയും സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് 1 മീറ്റർ. ഒന്നുമില്ല, ഇതെങ്ങനെ ചിന്തിച്ചാൽ മതി എന്നറിയോ? നിങ്ങൾക്കറിയാലോ, പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡില് 3 ലക്ഷം കിലോമീറ്റർ. അപ്പൊ അത് മീറ്ററിലാക്കുമ്പോൾ 3 ലക്ഷം അല്ല, എത്ര വരും? പിന്നും 3 0 വരും, അല്ലെ? 3 8 0 വരും. 3 8 0. ഇതാ, അത് ഈ സംഖ്യയാണ്. ഈ സംഖ്യ അങ്ങോട്ടേക്ക് റൗണ്ട് ചെയ്ത് പറയുന്നതാണ് 3 ലക്ഷം. ഓക്കെ, അതായത് 2,99,792.458. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 3 ലക്ഷം ആക്കി അങ്ങ് പറയുന്നതാണ്. ആ ഒരു സംഖ്യയാണിത്. 1/2,9,9,7,9,2,4,5,8. ഇത് ബൈ ഹാർട്ട് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓർമ്മിക്കുക,
അതായത് 3x10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ ഇത്രയും, അതായത് ഇത്രയും ദൂരം ആര് സഞ്ചരിക്കുന്നുണ്ട്? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അത് മീറ്ററിലേക്ക് ആക്കുമ്പോൾ 3 പൂജ്യം കൂടി അതിന്റെ കൂടെ ഇടും. ആ ഒരു സംഖ്യ ഇത് കൃത്യമായിട്ട് കൊടുത്തു എന്നുള്ള അത് റൗണ്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇട്ടാണ്. 2,99,792.458 കിലോമീറ്റർ. ആ പോയിന്റ് ഒഴിവാക്കി എഴുതിയ സംഖ്യ ഇത്. അപ്പൊ ഇത് മീറ്ററിലാണ് ഇത്രയും സംഖ്യ. ആ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. ഇതൊരു മീറ്റർ എന്നുള്ള ആ ഒരു ഏകകത്തെ ആ ഒരു കണക്കാക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ ഒരു സംഭവം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ. ദെൻ എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു മീറ്റർ സ്കെയിൽ അല്ലെ ഒരു അളവ് കോൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം. ആ വാക്ക് തന്നെ ഉണ്ട്, ലീസ്റ്റ് കൗണ്ട്. ഓക്കെ. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം, അതാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഏകകം, ഒരു അളവുകോൽ ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും ചെറിയ അകലം, ഏറ്റവും കുറഞ്ഞ നീളം, അതിനെയാണ് എന്ത് പറയുക? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുക. അത്രയേ ഉള്ളൂ, വിട്ടേക്കാം. ദെൻ മീറ്ററുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നാനോമീറ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മളെല്ലാം പഠിക്കും, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയുമാണ്. ഓക്കെ. 1 ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. തരംഗദൈർഘ്യത്തിന്റെ, ഇത് പലരും തെറ്റിക്കുന്നതാണ്, തരംഗദൈർഘ്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ പലരും ആങ്സ്ട്രം പറയാറുണ്ട്. തെറ്റാണ്. തരംഗദൈർഘ്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാന യൂണിറ്റ് തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തരംഗദൈർഘ്യം, തരംഗത്തിന്റെ ദൈർഘ്യം, നീളം തന്നെയല്ലേ? അപ്പൊ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ തന്നെയാണ്. പക്ഷെ അത് സൂചിപ്പിക്കാൻ നമ്മൾ സൗകര്യപ്രദമായിട്ടുള്ള ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നു. വളരെ ചെറിയ അകലായതുകൊണ്ട് ആങ്സ്ട്രം എന്നുള്ള അളവ് ഉപയോഗിക്കുകയാണ്. 10⁻⁻10 മീറ്റർ ആണ് 1 ആങ്സ്ട്രം എന്ന് പറയുന്നത്. അപ്പം 1 ആങ്സ്ട്രം ഈക്വൽ ടു 10⁻⁻10 മീറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ 1 ആങ്സ്ട്രം തരംഗദൈർഘ്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ? ആങ്സ്ട്രം. തരംഗദൈർഘ്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ. അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? മീറ്റർ. സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മൾ ആങ്സ്ട്രം ആണ്. 1 ആങ്സ്ട്രം 10⁻⁻10 മീറ്റർ. ഇമ്പോർട്ടന്റ്. 1 ആങ്സ്ട്രം എത്രയാണ്? 10⁻⁻10 മീറ്റർ ആണെന്ന് ഓർത്തു വെക്കുക. ദെൻ 1 പൈക്കോമീറ്റർ. ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്. ഇതൊക്കെ ചെറിയ അളവുകളാണ്. പൈക്കോമീറ്റർ 10⁻⁻12. ഫെംറ്റോമീറ്റർ, ഫെർമി അഥവാ ഫെംറ്റോമീറ്റർ 10⁻⁻15. 10⁻⁻15 ആണെന്ത്? 1 ഫെർമി അല്ലെങ്കിൽ 1 ഫെംറ്റോമീറ്റർ. 1 ഫെംറ്റോമീറ്റർ നമ്മൾ ഫെർമി എന്ന് വിളിക്കും. എൻഡിക്കോ ഫെർമിയുടെ സ്മരണാർത്ഥം. അതുകൊണ്ട് ഫെംറ്റോമീറ്റർ, ഫെർമി. ഓക്കെ. അപ്പൊ 1 ഫെർമി എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻⁻15. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ്. 1 ആങ്സ്ട്രോം 10⁻⁻10 മീറ്റർ. 1 പൈക്കോമീറ്റർ 10⁻⁻12 മീറ്റർ. ദെൻ 1 ഫെർമി അല്ലെങ്കിൽ 1 ഫെംറ്റോമീറ്റർ 10⁻⁻15 മീറ്റർ. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. 10⁻⁻9. 10⁻⁻9 ആണ്. അപ്പം നെഗറ്റീവ് താഴോട്ട് വരുന്തോറും അല്ലെ ചെറുതായി വരും. 10⁻⁻9 അതിനേക്കാളും ചെറുതാണ് 10⁻⁻10, അതിനേക്കാളും ചെറുതാണ് -12, അതിനേക്കാളും ചെറുതാണ് -15. അപ്പൊ ആ രീതിയിൽ ഓരോന്നും ചെറിയ ചെറിയ അളവുകളാണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് മൊത്തത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറെ എണ്ണം ഉണ്ട്. അതായത് നമ്മൾ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ പഠിക്കുന്നില്ലേ, അവിടുന്ന് താഴോട്ടേക്കുള്ള അളവുകളും അതേപോലെ അവിടുന്ന് മുകളിലോട്ടുള്ള അളവുകളും ഒരേപോലെ പഠിക്കാൻ പറ്റും. അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ താഴോട്ടുള്ള മുകളിലോട്ടുള്ളതും കൃത്യമായിട്ട് അങ്ങ് പഠിക്കാം. വെറുതെ അവിടുന്ന് ഇവിടുന്ന് 2 എണ്ണം മാത്രം ബൈഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് എല്ലാം അങ്ങോട്ട് മനസ്സിലാക്കുക. നോക്കിയേ എപ്പോഴും മീറ്റർ അടിസ്ഥാനം, ആ മീറ്ററിന്ന് താഴോട്ടേക്കുള്ള അളവുകളാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഈ 10⁻⁻1 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 1/10. 1/10 എന്ന് പറഞ്ഞാൽ 10⁻⁻1. ഓക്കെ അല്ലേ. 1/100 എന്ന് പറഞ്ഞാലോ 10⁻⁻2. 1/1000 എന്ന് പറഞ്ഞാലോ 10⁻⁻3. അതാണ് അർത്ഥം. സിമ്പിൾ മാത്സ് അറിയാലോ, കൃത്യംഗങ്ങൾ, നിയമങ്ങൾ അറിയാം. ഓക്കെ. അപ്പൊ ആ രീതിയിൽ ഓരോ അളവുകളുമാണിത്. നോക്കിയേ, പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള അളവുകൾ പറയുന്ന സമയത്ത് ഈ 1/10 എന്ന് പറഞ്ഞാൽ 10⁻⁻1, അതേപോലെ 1/100, 1/1000 ആ രീതിയിൽ ഓരോന്നും വരും. പിന്നെ നമുക്ക് 1-ന്റെ 2-ന്റെ 3-ന്റെ 6-ൻ്റെത് 9-ൻ്റെത് 12-ൻ്റെത് 15-ൻ്റെത് 3 ഇടവിട്ടിട്ട് ആ രീതിയിലാണ് നമുക്ക് ഇത് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇതേപോലെ മേലോട്ടേക്കും പഠിക്കാൻ പറ്റും. ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സമാന വാക്കുകൾ തന്നെയാണ് അവിടെയും വരിക. നോക്കിയേ, 1 ഡെസിമീറ്റർ എന്താണ്? 1 ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 മീറ്റർ ആണ്. ഒരു ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 മീറ്റർ അഥവാ 10⁻⁻1 ആണ്. 10⁻⁻1 മീറ്റർ ആണ് 1 ഡെസിമീറ്റർ എന്ന് പറയുന്നത്. ഇനി 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ
100, അതായത് 10⁻², ആണ്. 1/100 മീറ്റർ ആണ്. മീറ്ററിന് 100 കൊണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, എന്ത് സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 10⁻² മീറ്റർ ആണെന്ത് ഒരു സെന്റിമീറ്റർ. ഇനി മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ 1/1000 ആണ്. 10⁻³ ആയിരിക്കും. 1000 ആവുമ്പോൾ 10⁻³. ഓക്കെ, അതായത് 1/10⁻³. 1/10⁻³ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. ഓക്കെ, അപ്പം 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. അപ്പൊ 1 ഡെസിമീറ്റർ 10⁻⁻1, 1 സെന്റിമീറ്റർ 10⁻², 1 മില്ലിമീറ്റർ 10⁻³ ഇനിയുള്ളത് നോക്കിയേ, ഇനിയുള്ള 3 ഇടവിട്ടിട്ട് നോക്കിയേ, മൈക്രോമീറ്റർ. ഇത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ വേറെ ഏത് ചോദിച്ചാലും പറയാൻ പറ്റും. മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁶. 10⁻⁶. മൈക്രോമീറ്റർ ആണെങ്കിൽ 10⁻�6 മീറ്റർ. അതാണെന്ത് 1 മൈക്രോമീറ്റർ. ഇനി നാനോമീറ്റർ 10⁻⁹. നേരത്തെ പറഞ്ഞ് കൂട്ടത്തിൽ ഇമ്പോർട്ടന്റ് ആണെന്ന്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ. നാനോ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കൊണ്ട് തന്നെ ഈ നാനോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നാനോമീറ്റർ. അപ്പോൾ 1 നാനോമീറ്റർ 10⁻⁹ മീറ്റർ ആണ്. ദെൻ 1 പൈക്കോമീറ്റർ. 1 പൈക്കോമീറ്റർ 10⁻12 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പൈക്കോമീറ്റർ 10⁻12. ദെൻ 10⁻15 3 കൂട്ടിയിട്ടാണ് 10⁻15. എന്താണ് ഫെംറ്റോമീറ്റർ. ഫെർമി പറഞ്ഞില്ലേ, ഫെംറ്റോമീറ്റർ. 1 ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻15 മീറ്റർ ആണ്. അത്രയും ചെറിയ അളവാണ് ഫെംറ്റോമീറ്റർ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഒക്കെ വലിപ്പം പറയുന്നത് ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ ഫെർമി എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ചെറിയ അളവുകൾ, മീറ്ററിനേക്കാളും ചെറിയ അളവുകൾ. ഇനി ഇതേപോലെ മീറ്ററിനേക്കാളും വലിയ അളവുകളുണ്ട്. അതൊന്ന് ഇതേപോലെ തന്നെ നോക്കണം. നോക്കിയേ, നേരത്തെ ഡെസിമീറ്റർ പഠിച്ചില്ലായിരുന്നോ, 10⁻⁻1. അതേപോലെ ഇവിടെ എന്താ 10⁻1, അതായത് ഇൻറ്റു 10 ആണ്. മറ്റത് ബൈ 10 അല്ലേ, ഇത് ഇൻറ്റു 10. മീറ്ററിന് ഇൻറ്റു 10 അല്ലെ, 10 മീറ്റർ. അതാണ് ഒരു ഡെക്കാമീറ്റർ. എന്താണ് ഡെക്കാമീറ്റർ. മറ്റത് ഡെസിമീറ്റർ ആണെങ്കിൽ ഇതെന്താ ഡെക്കാമീറ്റർ. 1 ഡെക്കാമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻1, അതായത് മീറ്റർ ഇൻറ്റു 10, 10 മീറ്റർ. അതാണ് ഒരു ഡെക്കാമീറ്റർ. ഡെസിമീറ്റർ 1/10, ഡെക്കാമീറ്റർ ഇൻറ്റു 10. ഓക്കെ അല്ലേ? യെസ്. ദെൻ 1 ഹെക്ടോമീറ്റർ. 1 ഹെക്ടോമീറ്റർ. മറ്റിടത്ത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ് ഹെക്ടോമീറ്റർ. 10⁻², അതായത് 100 കൊണ്ട് ഗുണിക്കണം. 100 മീറ്റർ ആണ് ഒരു ഹെക്ടോമീറ്റർ. ഹെക്ടോമീറ്റർ 1 ഹെക്ടോമീറ്റർ 10⁻2 ആണെന്ന് ഓർത്തു വെക്കുക. ഹെക്ടോ 10⁻2. ദെൻ 10⁻3 ആണ് എന്ത് 1 കിലോമീറ്റർ. അവിടെ മില്ലിമീറ്റർ ഇല്ലേനോ, 1/10⁻3, അതായത് 10⁻⁻3 മില്ലിമീറ്റർ ആയിരുന്നു. ഇവിടെ എന്താണ് 10⁻3 ആണ് കിലോമീറ്റർ. 1000. 10⁻3 എന്ന് പറഞ്ഞാൽ 1000 അല്ലേ? യെസ്, 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ. ദെൻ പിന്നെ അവിടെ നേരത്തെ പഠിച്ച പോലെ 10⁻⁻6 പഠിച്ചിട്ടുണ്ട്, 10⁻⁻9 പഠിച്ചിട്ടുണ്ട്, 10⁻⁻12 പഠിച്ചിട്ടുണ്ട്, 10⁻⁻15 പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ 10⁻6, 10⁻9 അല്ലെ, നെഗറ്റീവിന് പകരം പോസിറ്റീവ്. 10⁻6 ആണ് മെഗാമീറ്റർ. 10⁻⁻6 മൈക്രോമീറ്റർ ആണെങ്കിൽ 10⁻6 എന്താണ് മെഗാമീറ്റർ. എന്താണ് മെഗാമീറ്റർ. 10⁻6 എന്നുള്ളതാണ്. ദെൻ 10⁻9 ജിഗാമീറ്റർ. മറ്റിടത്തിൽ 10⁻⁻9 നാനോമീറ്റർ ആണെങ്കിൽ ഇതെന്താണ് ജിഗാമീറ്റർ. 10⁻9 എന്താണ് ജിഗാമീറ്റർ. ജിഗാമീറ്റർ. ദെൻ 1 ടെറാമീറ്റർ. 10⁻12 ആണെന്ത് ടെറാമീറ്റർ. അവിടെ പൈക്കോമീറ്റർ ആണെങ്കിൽ ഇവിടെ ടെറാമീറ്റർ. ടെറാബൈറ്റ് എന്നൊക്കെ പറയില്ലേ, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, മെഗാബൈറ്റ്, കിലോബൈറ്റ്, KB, മെഗാബൈറ്റ്, MB എന്നെല്ലാം പറഞ്ഞാൽ GB, ടെറാബൈറ്റ്, GB, ജിഗാബൈറ്റ് അല്ലെ, ടെറാബൈറ്റ്, പെറ്റ, അങ്ങനെയൊക്കെ മേലോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണിത്. 1 ജിഗാമീറ്റർ 10⁻9 മീറ്റർ ആണ്. 1 ടെറാമീറ്റർ 10⁻12 മീറ്റർ ആണ്. പൈക്കോമീറ്റർ 10⁻⁻12 ആണെങ്കിൽ ടെറാമീറ്റർ 10⁻12 ആണ്. ദെൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്ത് ഫെംറ്റോമീറ്റർ 10⁻⁻15 ആണ്. ഇത് 10⁻15 -15 10⁻15. എന്താണ് പെറ്റാമീറ്റർ. എന്താണ് പെറ്റാമീറ്റർ. 10⁻15 മീറ്റർ ആണ് എന്ത് 1 പെറ്റാമീറ്റർ. അപ്പം അവിടുത്തെ ഫെംറ്റോമീറ്ററിന് പകരം ഇവിടെ എന്താണ് പെറ്റാമീറ്റർ. അപ്പൊ അത് ക്ലിയർ അല്ലേ?
ഓക്കെ ആണല്ലോ. മീറ്റർ അതിനേക്കാൾ ചെറിയ അളവുകൾ 10⁻⁻1, 10⁻², 10⁻⁻3, പിന്നെ 10⁻⁻6, 10⁻⁻9, 10⁻⁻12, 10⁻⁻15 വരെയുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് അറിഞ്ഞിരിക്കുക. അതേപോലെ ഇങ്ങോട്ടേക്ക് 10⁻1, 10⁻2, 10⁻3, പിന്നെ 10⁻6, 10⁻9, 10⁻12, 10⁻15 ഓരോന്നിന്റെയും പേരുകൾ ഇവിടെ പഠിച്ചാൽ അത് പലയിടത്തിലേക്ക് ഗുണകരമായിട്ട് മാറും. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഫെംറ്റോമീറ്റർ. എന്താണ്? ഫെംറ്റോമീറ്റർ ആണ്. ഫെംറ്റോമീറ്റർ. ഓക്കെ. ഇനി മീറ്റർ പറഞ്ഞു, നമ്മൾ അതിന്റെ വലിയ യൂണിറ്റുകൾ പറഞ്ഞു, ചെറിയ യൂണിറ്റുകൾ പറഞ്ഞു. പൊതുവെ നമ്മൾ ദൂരം അളക്കാൻ, രണ്ട് പ്രദേശങ്ങൾക്കിടയിലൊക്കെയുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇത് കിലോമീറ്റർ അല്ലെ. നമ്മൾ ഏകദേശം ദൂരം പറയുമ്പോൾ ഇത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്നല്ലേ പറയുക അല്ലെ. രണ്ട് സ്ഥലങ്ങൾ തമ്മിലൊക്കെയുള്ള, പ്രദേശങ്ങൾ തമ്മിലൊക്കെയുള്ള അകലം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? കുറച്ചുകൂടെ മീറ്ററിനേക്കാളും വലിയ യൂണിറ്റ് ആയിട്ടുള്ള കിലോമീറ്റർ ആണ്. ഓക്കെ. അതിനേക്കാളും വലിയ യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. ഈ നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം, ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം, ഈ എന്താണ് ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, ആകാശഗോളങ്ങള്, ഇവ തമ്മിലൊക്കെയുള്ള അകലം അല്ലെങ്കിൽ ഇവയിലേക്കുള്ള നീളം, അകലം അത് അളക്കാൻ ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ വലിയ യൂണിറ്റുകളാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ AU. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ AU. ദെൻ അതേപോലെ പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ അഥവാ പ്രകാശവർഷം. ദെൻ പാരലാക്റ്റിക് സെക്കൻഡ് അഥവാ പാർസെക്. എന്താണ്? പാരലാക്റ്റിക് സെക്കൻഡ്, അതിന്റെ ഷോർട്ടാണ് പാർസെക്. പാർസെക്. ഇതൊക്കെ എന്താണ്? നീളത്തിന്റെ കുറച്ചുകൂടെ വലിയ യൂണിറ്റുകളാണ്. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ദൂരത്തിന്റെ അല്ലെങ്കിൽ നീളത്തിന്റെ യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ പാർസെക് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെ, AU. ഇതൊക്കെ എന്താണ്? നീളം അഥവാ ദൂരത്തിന്റെ യൂണിറ്റുകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ. യെസ്. അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സുകളൂടെ പഠിച്ചു വെക്കുക. അത് ഏതൊക്കെയാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്, അതിന്റെ അളവ്, ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെയാണ് പ്രകാശവർഷത്തിന്റെ കാര്യവും. ഓക്കെ. യെസ്. അപ്പൊ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ AU എന്ന് പറഞ്ഞാൽ 1 AU എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലമാണ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് എന്ത്? 1 AU എന്ന് പറയുന്നത്. നമുക്കറിയാം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. രണ്ടാളും കറങ്ങുന്നുണ്ട്, സ്വയം കറങ്ങുന്നുണ്ട്. അപ്പോൾ രണ്ടും ഈ തമ്മിലുള്ള അകലം എന്ത് ചെയ്യും? വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നേരിയ തോതിൽ കൂടുകയും കുറയുകയും ചെയ്യും അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഭൂമിയും സൂര്യനും അടുത്ത് വരുന്നത് അപ്ഹീലിയൻ, പെരിഹീലിയൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അടുത്ത് വരുന്നത് പെരിഹീലിയൻ. പെരി ചുറ്റിക്കൊണ്ടിരിക്കുക, പെരിമീറ്റർ. പെരിസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ തൊട്ട് ഉപരിതലത്തിലുള്ള കാഴ്ചകൾ കാണാൻ പെരിസ്കോപ്പ്. പെരിമീറ്റർ ചുറ്റളവ്. അപ്പം പെരിഹീലിയൻ ഭൂമിയും സൂര്യനും അടുത്ത് വരുന്നതാണ്. അകന്ന് നിൽക്കുന്നതാണ്, ഏറ്റവും അകന്ന് നിൽക്കുന്നതാണ് അപ്ഹീലിയൻ എന്ന് പറയുന്നത്. അടുത്തും അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം ചെറുതാണ്. അല്ലാതെ ഇതൊന്നും വളരെ ചെറുതായി പോകും, മറ്റതും കൂടുക എന്നുള്ളതല്ല. തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുക എന്നുള്ള മാത്രമാണ്. അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലത്തെ നമ്മൾ ഏകദേശം എത്രയായിട്ട് കണക്കാക്കുന്നു? 1 AU ആയിട്ട് കണക്കാക്കുന്നു. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നു. അത് എത്രയാണ്? ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. 14.9 കോടി എന്നൊക്കെ കാണും. ആ റൗണ്ട് ചെയ്തിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. എത്ര? 15 കോടി കിലോമീറ്റർ. 15 × 10⁻7 കിലോമീറ്റർ. 15 കോടി അല്ലെ. 10⁻7 വരും അല്ലേ. യെസ്. 15 × 10⁻7 കിലോമീറ്റർ എന്നുണ്ടാവും. ഇനി മീറ്ററിലാണെങ്കിൽ വീണ്ടും 3 എണ്ണം കൂടും അല്ലെ. ഇത് കിലോമീറ്ററിലല്ലേ. 15 × 10⁻10 മീറ്റർ ആയിരിക്കും. അതായത് 150 മില്യൺ കിലോമീറ്റർ ആണ് എന്ത്? ഒരു AU എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏതെങ്കിലും രീതിയിൽ കൊടുക്കും, ഏതെങ്കിലും ഒന്ന് ഓർമ്മിക്കുക, ബാക്കി കണക്ക് അവിടെ ഉണ്ടായാൽ മതി. അറിയാലോ. മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ലക്ഷമാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പൊ 150 മില്യൺ എന്ന് പറഞ്ഞാൽ 150 10 ലക്ഷം. 150 10 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? 15 100 ലക്ഷം. 15 100 ലക്ഷം. 100 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടി. അപ്പം 15 കോടി. സംഭവം സെയിം അല്ലേ? അപ്പൊ 15 കോടി കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 150 മില്യൺ കിലോമീറ്റർ ആണ് 1 AU എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അല്ലെ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഏകദേശം 15 കോടി കിലോമീറ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഭൂമിയും സൂര്യനും തമ്മിൽ ഏറ്റവും കുറഞ്ഞ അകലത്തിൽ വരുന്നതാണ് പെരിഹീലിയൻ. ഏറ്റവും കൂടിയ അകലത്തിൽ വരുന്നതാണ് അപ്ഹീലിയൻ. അതിന്റെ ഏകദേശം അകലം ആണ് നമ്മൾ പറഞ്ഞത് 1 AU. ഏകദേശം 15 കോടി കിലോമീറ്റർ അല്ലെങ്കിൽ 150 മില്യൺ കിലോമീറ്റർ എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു വളരെ വലിയൊരു യൂണിറ്റ് ആണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. ഓക്കെ. നക്ഷത്രങ്ങൾ തമ്മിലൊക്കെയുള്ള അകലം കണക്കാക്കാൻ പൊതുവെ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ അഥവാ
പ്രകാശവർഷം എന്ന് പറയുന്നത്. പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. പ്രകാശവർഷം ഡാഷിന്റെ യൂണിറ്റ് ആണ്, സമയത്തിന്റെ അല്ല. വർഷം എന്നുള്ളത് കൊണ്ട് സമയമാണെന്ന് വിചാരിക്കരുത്. ദൂരത്തിന്റെ അല്ലെങ്കിൽ നീളത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഒരു സെക്കൻഡില് പ്രകാശം 3×10⁸ മീറ്റർ പോകും. 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ 3×10⁸ മീറ്റർ പോകുന്നതിൽ അർത്ഥം. യെസ്. അപ്പം അല്ലെങ്കിൽ 3×10⁵ കിലോമീറ്റർ പോകും. അതായത് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. ആ അടിസ്ഥാനത്തിൽ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുക. അത് ഏകദേശം എത്ര ഉണ്ടാവും? 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. ഈ സംഖ്യ ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. 9.46 എന്നുള്ള ചിലപ്പോൾ റൗണ്ട് ചെയ്തിട്ട് 9.5 × 10⁻12 കിലോമീറ്റർ. മീറ്ററിലേക്ക് ആക്കുമ്പോൾ 10⁻12 എന്നുള്ള എന്താവും? 10⁻15 എന്നാവും. ഏതെങ്കിലും ഒന്ന് ഓർമ്മിച്ചാൽ മതി. 9.46 9.5 × 10⁻12 കിലോമീറ്റർ. അതാണ് എന്ത്? ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. 1 ലൈറ്റ് ഇയർ. ഓക്കെ, നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, യെസ്. ദെൻ പാർസെക്, ദൂരത്തിന്റെ അല്ലെങ്കിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റുകളിൽ ഒന്നാണ് എന്ത്? പാർസെക് എന്ന് പറയുന്നത്. മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ യൂണിറ്റുകളാണ് കൂട്ടത്തിൽ. ഏതാണ്? പാർസെക്. പാരലാക്റ്റിക് സെക്കൻഡ്. പാരലാക്റ്റിക് സെക്കൻഡ് എന്നുള്ളതിന്റെ ഷോർട്ടാണ് പാർസെക്. ഓക്കെ, 1 പാർസെക് എന്ന് പറഞ്ഞാൽ പ്രകാശവർഷത്തെക്കാളും വലിയ യൂണിറ്റ് ആണ്. 3.26. ഇത് വളരെ ഇമ്പോർട്ടന്റ് സംഖ്യയാണ്. 3.26 ലൈറ്റ് ഇയർ. 3.26 ലൈറ്റ് ഇയർ ആണ് 1 പാർസെക്. ഒരു പാർസെക് എത്രയാണ്? 3.26 ലൈറ്റ് ഇയർ. 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക് എന്നറിയപ്പെടുന്നത്. ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റുകളിൽ ഒന്നാണ് ഏത്? പാർസെക് എന്ന് പറയുന്നത്. പാർസെക് തന്നെ വലുതുണ്ടാകുമല്ലോ അല്ലെ? ജിഗാ പാർസെക് എന്നൊക്കെ പറഞ്ഞ വലിയതുണ്ടാകുമല്ലോ. അപ്പം ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ആണെന്ത്? പാർസെക്. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷം. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര കിലോമീറ്ററിലാണെന്നുള്ളതാണ് ഈ സംഖ്യ. 3.09 × 10⁻13 കിലോമീറ്റർ ആണ്. ഇനി മീറ്ററിലാണെങ്കിൽ എന്ത് വരും? കിലോമീറ്റർ എന്നുള്ള 1000 3 സ്ഥാനം വരണ്ടേ? അപ്പം 10⁻16 മീറ്റർ എന്ന് പറയും. ഏതെങ്കിലും ഒന്ന് ഓർമ്മിക്കുക. 3.09 അല്ലെങ്കിൽ 3 മതി. 0.09 ഒക്കെ അല്ലേ? അപ്പൊ 3 × 10⁻13 കിലോമീറ്റർ. 3 × 10⁻13 കിലോമീറ്റർ. 3 × 10⁸ മീറ്റർ ആണ് എന്ത് നമ്മൾ പഠിച്ചത്? ശൂന്യതയിലെ പ്രകാശ വേഗത പഠിച്ചത്. അതിനേക്കാളൊക്കെ കൂടുതലല്ലേ? 3 × 10⁻13 ആണ്. അത്രയും കിലോമീറ്റർ ആണ്. അത്രയും കിലോമീറ്റർ ആണ്. ഇനി മീറ്ററിലേക്ക് ആകുമ്പോൾ 3 × 10⁻16 16 അല്ലേ മീറ്റർ. അത്രയും വലുതാണ് എന്ത്? ഒരു പാർസെക് എന്ന് പറയുന്നത് ദൂരത്തിന്റെ വലിയ യൂണിറ്റുകൾ ഒന്നാണ്. അതേപോലെ തന്നെ ആകാശഗോളങ്ങൾ തമ്മിലുള്ള ദൂരം കണക്കാക്കാൻ ഉപയോഗിച്ചിരുന്ന മറ്റൊരു യൂണിറ്റ് ആണ് സിറിയോമീറ്റർ. എന്താണ്? സിറിയോമീറ്റർ. 1 സിറിയോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മില്യൺ AU ആണ്. ഒരു AU എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. അപ്പം 1 മില്യൺ AU ആണ്. 1 മില്യൺ 10 ലക്ഷം. 1 മില്യൺ AU ആണെന്ത്? ഒരു സിറിയോമീറ്റർ ആയി കണക്കാക്കുന്ന. ആ ഒരു വാക്കൂടെ, ആ ഒരു പേര് കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അതായത് 1 മില്യൺ AU ആണ്. 15 × 10⁻13 കിലോമീറ്റർ എന്ന് വരും. അതൊക്കെ കണക്ട് ചെയ്ത് ഓർമ്മിച്ചാൽ മതി. 1 മില്യൺ AU എന്ന് ഓർമ്മിക്കുക. AU ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. അല്ല ഇതൊക്കെ ബൈഹാർട്ട് പഠിക്കുന്ന കാര്യമില്ല. ഏകദേശം 15 കോടി കിലോമീറ്റർ 1 AU. അപ്പം 1 മില്യൺ AU ആണ്. 10 ലക്ഷം AU ആണ് എന്ത്? ഒരു സിറിയോമീറ്റർ. അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഒരു സിറിയോമീറ്റർ പ്രകാശവർഷം. ഈ ബന്ധം അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഒരു പാർസെക് 3.26 പ്രകാശവർഷം. അത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഒരു സിറിയോമീറ്റർ എന്ന് പറഞ്ഞാൽ 15.8 പ്രകാശ വർഷമാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ അത് വലിയ ദൂരങ്ങൾ കണക്കാക്കാനുള്ള മറ്റൊരു യൂണിറ്റ് ആണ്. ദെൻ നോട്ടിക്കൽ മൈൽ. നാവിക വ്യോമ ഗതാഗത മേഖലയിൽ അല്ലെ, അതേപോലെ തന്നെ വ്യോമഗതാഗത മേഖലയിൽ ഇവിടങ്ങളിലൊക്കെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അത് നീളം തന്നെയാണല്ലോ, അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണെന്ത്? നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. നോട്ടിക്കൽ മൈൽ. അവിടെ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടിക്കൽ മൈൽ പെർ ഹവർ ആണ്. അത് വേഗതയുടെ യൂണിറ്റ് ആണ്. വേഗതയുടെ യൂണിറ്റ് ആണ് നോട്ട്. നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നതാണ് ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ 1 നോട്ടിക്കൽ മൈൽ, ഈ സംഖ്യ അറിഞ്ഞിരിക്കണേ. 1 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റർ. 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റർ ആണ്. ഇത് മീറ്ററിലാക്കി കൊടുത്തിരിക്കുകയാണ്. ഇത് 1852 മീറ്റർ. 3 സ്ഥാനം ഇങ്ങോട്ട് വരുമല്ലോ, 1000.
ഓക്കെ, അപ്പോൾ 1852 മീറ്റർ അല്ലെങ്കിൽ 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ പെർ ഹവർ. അതാണ് നോട്ട് എന്ന് പറയുന്നത്. ഈ മേഖലയിൽ, നാവിക മേഖലയിൽ, വ്യോമഗതാഗത മേഖലയിലൊക്കെ വേഗതയെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് ആണെന്ത്? നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ബാക്കി നമുക്ക് അടുത്ത പാർട്ട് പഠിക്കാം. കുറേ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നീളത്തിൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ എന്താണ്, സമയത്തിൻ്റെതും മാസിൻ്റെതും ഇങ്ങനെയുള്ള കുറച്ച് അളവുകൾ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നീട് നമ്മൾ എങ്ങോട്ടേക്ക് പോകും? വ്യുൽപ്പന്ന യൂണിറ്റുകൾ, പ്രധാനപ്പെട്ട വ്യുൽപ്പന്ന യൂണിറ്റുകൾ പഠിക്കാനുണ്ട്. പിന്നെ അവിടെ തന്നെ കൗതുകകരമായിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. കുതിരയുടെ അല്ലേ ഉയരം അളക്കുന്ന യൂണിറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയിൽ, ഹാൻഡ് ചോദിച്ചിട്ടില്ലേ? അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡയമെൻഷൻ പഠിക്കാനുണ്ട്. ഒക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. ഓക്കെ, ബൈ.